നമ്മൾ പ്രഗ്നൻസിയുടെ കേസ് പറയുമ്പോൾ ഈ ഏർലി ഫസ്റ്റ് ട്രൈംസ്റ്റർ ഉണ്ടല്ലോ, ഒരു ആദ്യത്തെ 3 മാസം അത് ഹൈ റിസ്ക് ടൈം ആയിട്ടാണ് നമ്മൾ എല്ലാവരും പറയുക. ആ ടൈമിൽ ആളുകളോട് നമ്മൾ ഹെവി വെയിറ്റ്സ് പൊക്കരുത്, വലിയ ഭാരപ്പെട്ട ജോലി ചെയ്യരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആദ്യത്തെ 3 മാസം നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 12 ആഴ്ച എത്തിക്കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും ഒരു അബോർഷൻ ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാനോ അതിൻ്റെ സാധ്യത ഒരു 0.4% എന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഫസ്റ്റ് 3 മന്ത്സിലാണ് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂഷ്വലി നാച്ചുറൽ സെലക്ഷൻ നടക്കും. നമ്മൾ നേച്ചർ തന്നെ ആ പ്രഗ്നൻസീനെ വേണ്ടാന്ന് വെക്കും. അപ്പോൾ അത് ഇല്ലാതെ കടന്നു വരുന്നത് നേച്ചർ ഓൾറെഡി സെലക്ട് ചെയ്യുന്ന കുട്ടിയാണ്. അതാണ് ഈ എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്, നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ കഴിഞ്ഞ് എത്തുന്ന ബേബീസാണ് ആക്ച്വലി 12 ആഴ്ച എത്തുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ യൂഷ്വലി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല, പ്രൊവൈഡഡ് സ്കാൻ ഇസ് ഓക്കെ. അപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷൻ്റെ പ്രോസസ്സ് വരുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കൂടുതൽ റിസ്ക് ഉണ്ടാക്കാണ്ടിരിക്കാനാണ് യാത്ര ഒഴിവാക്കാനും ഹെവി വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യാണ്ടിരിക്കാനും ഒക്കെ പറയുന്നത്. പക്ഷേ ഇഫ് ദ ബേബി ഈസ് നോട്ട് ഗുഡ് ഓർ ദി എംബ്രിയോ ഈസ് നോട്ട് ഗുഡ്, അല്ലെങ്കിൽ റിസ്കുകൾ കൂടുതലാണെങ്കിൽ നേച്ചർ വിൽ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആൻഡ് സിഫ്റ്റ് ഇറ്റ് ഔട്ട്. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതർവൈസ് നമ്മുടെ കയ്യിലുള്ളതല്ല അത്. ആ 3 മന്ത്സ് നേച്ചർ ഡിസൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ പ്രഗ്നൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.